എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. അരുൺകുമാർ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ വന്നപ്പോഴത്തേക്കും പുതിയൊരു വെളിപ്പെടുത്തലുമായിട്ടാണ് വന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്ക് സമ്മാനം കൊടുത്തെന്നും അടൂർ പ്രകാശിന് സമ്മാനം കൊടുത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു വെളിപ്പെടുത്തൽ നടത്താനായിട്ട് കൃഷിയുടെ ഫോണിലോട്ട് ഫോട്ടോ അയച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ളതായ നിലയിൽ സംസാരിച്ചുകൊണ്ട് വലിയ ഗമയിൽ വരികയായിരുന്നു. സന്ദീപിൻ്റെ കയ്യിൽ നിന്ന് വാരി കൂട്ടുന്നത് നമുക്ക് കാണാം. ഓക്കെ, വാട്സപ്പിലേക്ക് 2 ഫോട്ടോ അയച്ചിട്ടുണ്ട്. അത് ഇതേ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തന്നെ ഈ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ ഒപ്പം നിൽക്കുന്നതാണ്. വനിതാ നേതാവാണ്. കോൺഗ്രസിൻ്റെ പ്രതിനിധിയൊക്കെ കൃത്യമായിട്ട് അറിയും. സോണിയാഗാന്ധി എന്നാ പേര്. അതുപോലെ തന്നെ മറ്റൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. വലിയ സമ്മാനപ്പൊതി ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ പോറ്റിയുടെ സാന്നിധ്യത്തിൽ കേരളത്തിൽ UDFൻ്റെ കൺവീനർ ഏറ്റുവാങ്ങുന്ന ഒരു ചിത്രമൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ചെറിയ മീനല്ല, വലിയ മീനാണെന്ന് ആ ഫോട്ടോയൊക്കെ കണ്ടാൽ അറിയാൻ കഴിയും. കാരണം സോണിയാഗാന്ധിക്കൊക്കെ ഇത്രയും വലിയ സമ്മാനമൊക്കെ കൊണ്ടേ കൊടുക്കുന്ന കക്ഷി. അപ്പോൾ പരിശോധിക്കട്ടെ, കൃത്യമായി ഹൈക്കോടതി പരിശോധിക്കട്ടെ, വിജിലൻസ് പരിശോധിക്കട്ടെ, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ട ക്രിമിനൽ കേസാണെങ്കിൽ അങ്ങനെ അന്വേഷിക്കട്ടെ. എന്ന് മുതലാണ് അദ്ദേഹം ശബരിമലയിൽ വന്നു തുടങ്ങിയത്? ആരൊക്കെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊണ്ടുവന്നത്? അതോ ശബരിമലയിലെ ഈ അറ്റകുറ്റപ്പണിയെല്ലാം ഇയാളെ ഏൽപ്പിക്കുകയും ഇയാൾ ഇതെല്ലാം നാടിനുള്ള പ്രദർശനത്തിന് കൊണ്ടുനടക്കുകയും ചെയ്തത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണോ? എന്താ കേസ് എങ്ങോട്ട് എത്തിക്കാൻ നോക്കുന്നത്? അരുൺകുമാർ ഈ കേസ് വാദിച്ച് എങ്ങോട്ട് എത്തിക്കാൻ നോക്കുന്നത്? അദ്ദേഹം എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? 2019 ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലേക്ക് ശബരിമല ശ്രീകോവിലിന്റെ ഭാഗം അടർത്തിയെടുത്ത് കൊടുത്തത് സോണിയാഗാന്ധിയും അടൂർ പ്രകാശും പറഞ്ഞിട്ടാണോ? സോണിയാഗാന്ധിയുടെ കൂടെ ഒരു ചിത്രമുണ്ട് എന്ന് കരുതിയിട്ട് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അയാൾ നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ക്രമക്കേടുകളുടെ ഉത്തരവാദിത്വം സോണിയാഗാന്ധിക്കും അടൂർ പ്രകാശിനുമാണോ? അവർ ഈ സംസ്ഥാനം ഭരിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധിയുടെ കൂടെ പിണറായി വിജയന്റെ ചിത്രം ഉണ്ടല്ലോ. SNC ലാവലിൻ കേസിലെ അഴിമതിയും മകളുടെ മാസപ്പഴി കേസും ഒക്കെ സോണിയാഗാന്ധിയുടെ തലയിലേക്ക് വരുമോ?